വെൽക്കം ഓൾ ടു XNY USS ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി എ വണ്ടർ എന്ന് പറയുന്ന നമ്മളെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഉണ്ട് അല്ലേ. അതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് റെസ്പിറേഷൻ എന്ന് നോക്കാം. നമുക്ക് അതിനു മുമ്പ് നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് നമ്മളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. നമ്മൾ XNY USS വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സുകളും USSനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളും അതേപോലെ തന്നെ നമ്മളെ ചാനലിൽ വരുന്ന ഒരുപാട് ലൈവുകളുണ്ട്, അതിൻ്റെ നോട്ട്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി, നമ്മൾ USS കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് ഈ QR കോഡിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടും രജിസ്റ്റർ ചെയ്യാം. ഇനി അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈംലി അപ്ഡേറ്റ്സ് ഉണ്ടാവും, ഡെയിലി ക്യൂസസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ കൂടുതൽ എക്സാം എഴുതണം അല്ലേ. നമ്മൾ USSന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സാംസ് എന്ത് ചെയ്യണം, നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതിനുള്ള ഒരു ബെസ്റ്റ് വേ ആണ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലൂടെ ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എന്താണ് റെസ്പിറേഷൻ എന്താണെന്ന് നോക്കാം. റെസ്പിറേഷൻ, ദ പ്രോസസ് ത്രൂ വിച്ച് ഓർഗാനിസം റിസീവ് ഓക്സിജൻ ഫ്രം ദെയർ എൻവയോൺമെന്റ് ആൻഡ് എലിമിനേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. അതായത് ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ ഉള്ളോട്ടേക്ക് വലിക്കുന്നു അല്ലേ, എന്ത് ചെയ്യും, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും, പുറന്തള്ളുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം, റെസ്പിറേഷൻ എന്ന് പറയാം. ഈ റെസ്പിറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? റെസ്പിറേഷൻ നടക്കുന്നത് 2 സ്റ്റേജസ് ആയിട്ടാണ്. ഒന്ന് ഇൻഹലേഷൻ, രണ്ടാമത്തെ എക്സലേഷൻ. ഇൻഹലേഷനെ നമ്മൾ മലയാളത്തിൽ ഉച്ഛ്വാസം എന്ന് പറയും. അതായത് അതേപോലെ തന്നെ നമ്മൾ എക്സലേഷൻ, നമ്മൾ പുറന്തള്ളുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സലേഷൻ, അതായത് നിശ്വാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇൻഹലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് എയർ ഇൻ ടു ദ ലങ്സ്. ലങ്സിലേക്ക്, അതായത് നമ്മളെ ശ്വാസകോശത്തിലേക്ക് നമ്മൾ എയറിനെ അല്ലെ, അല്ലെങ്കിൽ നമ്മൾ വായുവിനെ വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്ന അല്ലെ. അപ്പൊ ആ എടുക്കുന്ന പ്രവർത്തനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻഹലേഷൻ എന്ന് വിളിക്കുക. ഇനി എക്സലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ലങ്സ് ടു ഔട്ട്സൈഡ്. അതായത് ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം അഥവാ എക്സലേഷൻ എന്ന് പറയുന്നത്. ഈ 2 പ്രോസസ്സാണ് നമ്മൾ റെസ്പിറേഷനിൽ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ കാണാം, നമുക്ക് ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിലേക്ക് വരുന്നുണ്ട് അല്ല, അല്ലെങ്കിൽ വായു നമ്മളെ ശ്വാസകോശത്തിലെ അകത്തേക്ക് അല്ലെങ്കിൽ ലങ്സിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. നമ്മളെ വായു നമ്മൾ ശ്വസിച്ച വായു, അതിന് പകരമായിട്ട് എന്തോ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ, ഒരു വായു പോകുന്നുണ്ട്. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ എന്ന് പറയും, അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മൾ ശ്വാസം വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂക്കിലൂടെയാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മൂക്കിൽ ഉള്ള നോസ്ട്രിൽസ് അല്ലെങ്കിൽ നമ്മളെ നാസാദ്വാരത്തിലൂടെയാണ് നമ്മൾ ശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ ശ്വസിച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ വായു നമ്മൾ ശ്വാസകോശത്തിൽ എത്തുന്നത്, ആ പദത്തിനെയാണ് നമ്മൾ എന്താ പറയുക, ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നോസ്ട്രിൽസ് ആണ്. അതായത് മൂക്കിന് 2 ദ്വാരങ്ങളുണ്ട് അല്ലേ, അല്ലെങ്കിൽ നാസാദ്വാരങ്ങളുണ്ട്. ആ ദ്വാരത്തിലൂടെ എന്ത് ചെയ്യും, വായു അകത്തേക്ക് കയറും. എന്നിട്ട് എന്ത് ചെയ്യും, ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളത്തിലേക്ക് എത്തും. അതിനുശേഷം വരുന്ന ഭാഗമാണ് ബ്രോങ്കൈ അല്ലെങ്കിൽ ശ്വസനി എന്ന് പറയുന്നത്. അതായത് ശ്വാസനാളം എങ്ങനെ പോകുന്നു, നമുക്ക് 2 എന്ത് ചെയ്യുന്നുണ്ട്, ശ്വാസകോശങ്ങളുണ്ട്. അപ്പം 2 ശ്വാസകോശങ്ങളിലേക്ക് പോകാൻ 2 ശാഖകൾ വേണ്ടേ, അല്ലെങ്കിൽ 2 ബ്രാഞ്ചസ് വേണ്ടേ. ആ ബ്രാഞ്ചസിനെയാണ് നമ്മൾ വിളിക്കുന്നത് ശ്വസനി അഥവാ ബ്രോങ്കൈ എന്ന് വിളിക്കുന്നത്. അതായത് ബ്രോങ്കസ് എന്നാണ് നമ്മൾ വിളിക്കുക, പക്ഷെ 2 ബ്രോങ്കസ് ഇല്ലോണ്ട് നമ്മൾ ബ്രോങ്കൈ എന്ന് പറയും. ഇനി ഇതും ഒരുപാട് ശാഖകളായിട്ട് മാറുന്നുണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്യും, ബ്രോങ്കൈയും മാറും, അല്ലെങ്കിൽ ശ്വസനിയും എന്ത് ചെയ്യും, ഒരുപാട് ശാഖകളായിട്ട് മാറും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രോങ്കിയോൾ അല്ലെങ്കിൽ ശ്വസനിക എന്ന് വിളിക്കും. ഇനി നമ്മൾ നോക്കേണ്ടതാണ് ശ്വസനിക ഒക്കെ അവസാനിക്കുന്ന എല്ലാ ശ്വസനികകളും അവസാനിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതാണ്
വായു അറ അല്ലെങ്കിൽ നമ്മൾ വിളിക്കും ആൽവിയോളായി എന്ന് വിളിക്കും. ഇതാണ് എന്ത് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസിൽ ഉണ്ട് താഴെ, നമ്മളെ ചെസ്റ്റ് ക്യാവിറ്റിൻ്റെ താഴെ ഒരു മസിൽ ഉണ്ട്. ആ മസിലിൻ്റെ പേരാണ് ഡയഫ്രം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതെന്തിനാണ്? നമ്മൾ ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന ഒരു പേശിയാണ് അല്ലെങ്കിൽ ഒരു മസിലാണെന്ത് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒക്കെയാണെന്ത് നമ്മളുടെ ഒരു റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ വായുവിൻ്റെ, അതായത് പുറത്ത് നിന്ന് എങ്ങനെയാണ് വായു അകത്തേക്ക് വരുന്നത് നോക്കാം. ആദ്യം നോസ്ട്രിൽസിലൂടെ ട്രക്കിയയിലെത്തും, ട്രക്കിയ ത്രൂ ബ്രോങ്കസിലെത്തും, ബ്രോങ്കിയോൾസ് ഉണ്ട്, ഒരുപാട് ബ്രോങ്കിയോൾസ് ഉണ്ട്. ബ്രോങ്കിയോൾസിൽ നിന്ന് ഒരുപാട് ആൽവിയോളസ് അല്ലെങ്കിൽ വായു അറകളിലേക്ക് എന്ത് ചെയ്യും എത്തും. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നാസ്വാദ്വാരത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും വായുവിനെ ശ്വസിക്കും. അതിനുശേഷം ശ്വാസനാളത്തിലെത്തും, ശ്വസനിയിലെത്തും, ശ്വസനികയിലെത്തും, എന്നിട്ട് എന്ത് ചെയ്യും അവസാനം വായു അറയിലെത്തും. ഇതാണെന്ത് നമ്മൾ ഒരു ശ്വാസപഥത്തിന് അല്ലെങ്കിൽ ശ്വസനപഥത്തിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഓഫ് എ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട് അല്ലേ, ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. അതാണ് എന്ത് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ഉച്ഛ്വാസത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെസ്റ്റ് ക്യാവിറ്റി എന്ത് ചെയ്യും പുറത്തേക്ക് വരില്ല, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും കുറച്ച് അപ്വേർഡായിട്ട് മൂവ് ചെയ്യും. നമ്മൾ ശ്വാസം വലിക്കുന്ന സമയത്ത് എന്താണ് ഇത് മുകളിലേക്ക് ഉയരുന്ന പോലെ നമുക്ക് തോന്നൂല്ലേ. അതുപോലെ തന്നെ നമ്മൾ ശ്വാസം വിടുന്ന സമയത്തോ നമ്മൾ താഴോട്ടേക്ക്, അതായത് നമ്മൾ ചെസ്റ്റ് ക്യാവിറ്റി താഴുന്ന പോലെ തോന്നും. എന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മൾ ശ്വാസം വലിക്കുന്ന സമയത്ത് ഒരുപാട് ശ്വാസം ഉള്ളിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ശ്വാസം വിടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എക്സലേഷൻ സമയത്ത് അല്ലെങ്കിൽ നിശ്വാസത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അത് പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലേ. അപ്പം അതാണെന്ത് ഇവിടെ നടക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. എന്ത് ചേഞ്ചസ് ആണ് നമുക്ക് നടക്കുന്നത് നോക്കാം. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഹലേഷനിൽ എന്ത് ചേഞ്ച് നടക്കുന്നു. ഇൻഹലേഷനിൽ ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞൊരു മസിൽ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേരാണല്ലോ ഡയഫ്രം. ഡയഫ്രം എന്ത് ചെയ്യും കോൺട്രാക്ട് ചെയ്യും. മസിൽ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയഫ്രം എന്ന് പറയുന്നത് ഇതാണ് ഒരു റാ പോലെയുള്ള അല്ലെങ്കിൽ കുറച്ച് വളഞ്ഞിട്ടുള്ള ഒരു മസിലാണ്. ആ മസിൽ എന്ത് ചെയ്യും നമ്മൾ ബ്രീത്തിങ്, അതായത് നമ്മൾ ഉള്ളിലേക്ക് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉച്ഛ്വാസത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യും അത് കുറച്ച് വലിഞ്ഞിട്ട് എന്ത് ചെയ്യും അത് നമ്മൾ റബ്ബർ ബാൻഡ് പോലെയാണ്. അപ്പം മസിൽ എന്ന് പറയുന്നത് ഒരു റബ്ബർ ബാൻഡ് പോലെയാണ്. അപ്പോൾ റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നിവരും അല്ലേ, അതേപോലെ തന്നെ അത് എന്ത് ചെയ്യും നിവരും അല്ലെങ്കിൽ ഫ്ലാറ്റൻ ചെയ്യും. അപ്പം നമ്മൾ ആദ്യമായിട്ട് നടക്കുന്നത് ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം എന്താണ് നിവരുന്നു, വാരിയെല്ലിൻ കൂടെ ഉയരുന്നു. അതായത് നമ്മൾ പറഞ്ഞ റിബ്സ് അല്ലെങ്കിൽ റിബ് കേജ്, വാരിയെല്ലിൻ്റെ കൂടെ എന്ത് ചെയ്യും ഉയരില്ല. നമ്മൾ വാരിയെല്ലുകളാണ് അല്ലേ, എവിടെയുള്ള എല്ലുകൾക്ക് നമ്മൾ വാരിയെല്ല് എന്ന് പറയാം. അപ്പോൾ വാരിയെല്ലുകൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ റിബ് കേജുകൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ റിബ്സ് എന്ത് ചെയ്യും ഉയരും, അപ്വേർഡായിട്ട് പോയി. പിന്നെ നടക്കുന്നതാണ് ദ വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ് ആൻഡ് ദ ലങ്സ് എക്സ്പാൻഡ്. അതായത് എന്താ ചെയ്യുന്നത് ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു, അതേപോലെ തന്നെ ശ്വാസകോശം വികസിക്കുന്നു. അതായത് നമ്മൾ ചെസ്റ്റ് ക്യാവിറ്റി എന്ത് ചെയ്യും ചെസ്റ്റ് ക്യാവിറ്റി വലുതാവും, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വികസിക്കും. ആ സമയത്ത് എന്ത് ചെയ്യും നമ്മളുടെ ശ്വാസകോശവും എന്ത് ചെയ്യുന്നു വികസിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഉള്ളിലേക്ക് എയർ വരുന്നുണ്ടല്ലേ. അപ്പോൾ എയർ വരുന്ന സമയത്ത് എന്താണ് നമ്മളെ ക്യാവിറ്റി കൂടണം. അതായത് നമ്മൾ സിമ്പിളായിട്ട് വിചാരിച്ചാൽ മതി, നമ്മളൊരു ക്ലാസ്സിലേക്ക് വലിയ ക്ലാസ്സിലാണോ കൂടുതൽ കുട്ടികൾ ഇരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിലാണോ കൂടുതൽ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുക? വലിയ ക്ലാസ്സിലായിരിക്കും അല്ലേ കൂടുതൽ കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരണമെങ്കിൽ ഒരുപാട് സ്പേസ് വേണം. അപ്പോൾ ആ ഒരുപാട് സ്ഥലം ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത് ഇവിടെ നടക്കുന്നത്. അപ്പം ലങ്സ് എന്ത് ചെയ്യുന്നു എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശ്വാസകോശം എക്സ്പാൻഡ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശത്തിലേക്ക് എന്ത് ചെയ്തു വായു വന്നു അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് എയർ എൻറ്റേഴ്സ് ദ ലങ്സിലേക്ക് എന്ത് ചെയ്തു അറ്റ്മോസ്ഫിയറിക് എയർ വന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ദ ഡയഫ്രം റിട്ടേൺസ് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ആൻഡ് ദ റിബ് കേജ് മൂവ്സ് ഡൗൺ. ഇനി എന്ത് ചെയ്തു ശ്വാസം എത്തി, ഇനി എന്ത് ചെയ്യും ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മളെ ഡയഫ്രം നമ്മൾ നേരത്തെ പറഞ്ഞ മസിൽ എന്ത് ചെയ്തു മസിൽ കുറച്ച് ഉയരാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മൾ വാരിയെല്ലും കൂടെ അല്ലെങ്കിൽ റിബ് കേജ് എന്ത് ചെയ്യും താഴേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് വോളിയം കുറഞ്ഞു, അതായത് അവിടുത്തെ സ്ഥലം എന്താ ചെയ്തു കുറഞ്ഞില്ല, അവിടുത്തെ സ്ഥലം കുറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്ഥലം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വോളിയം ഓഫ് ദ തൊറാസിക് ക്യാവിറ്റി ഡിക്രീസസ് ആൻഡ് ദ ലങ് കൺട്രാക്ട്സ്. അതായത് തൊറാസിക് ക്യാവിറ്റീൻ്റെ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ലങ്സ് കോൺട്രാക്ട് ചെയ്യും. അതായത് ചെറിയ ക്ലാസ്സായി വലിയ ക്ലാസ്സിൽ നിന്ന് പെട്ടെന്നൊരു ചെറിയ ക്ലാസ് ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യും പുറത്തേക്ക് പോകും. അതേപോലെ തന്നെ എന്ത് ചെയ്യും ദ എയർ ഫ്രം ദ ലങ്സ് മൂവ്സ് ഔട്ട്, ലങ്സിലുള്ള എയർ എന്ത് ചെയ്യും പുറത്തേക്ക് പോകും. ഇതാണ് എന്ത് എക്സലേഷനിൽ നടക്കുന്നത്. അപ്പോൾ എക്സലേഷനിൽ നടക്കുന്ന എന്താണ് ഡയഫ്രം അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ
ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, ഡയഫ്രം പൂർവ്വസ്ഥിതിയിലേക്ക് ആകുന്ന സമയത്ത് തന്നെ വാരിയെല്ലും കൂടെ എന്ത് ചെയ്യുന്നു, താഴുന്നു. അതേ സമയത്ത് ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു, ശ്വാസകോശം ചുരുങ്ങുന്നു. ശ്വാസകോശം ചുരുങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്നു. ഇതാണ് എന്ത്, നമ്മളെ എക്സലേഷൻ അല്ലെങ്കിൽ നിശ്വാസത്തിന്റെ സമയത്ത് നടക്കുന്നത്. അതേപോലെ തന്നെ ഉച്ഛ്വാസത്തിന്റെ സമയത്ത് എന്ത് നടക്കുന്നു, ഈ 3 കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇതാണ് എന്ത് മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്, ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്താണ്, നമുക്ക് USSൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഈ ഒരു ഭാഗത്തിൽ നിന്നായിരിക്കും കൂടുതൽ സാധ്യത ഉള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗ്യാസുകൾ നമ്മളുടെ എന്തുണ്ട്, അറ്റ്മോസ്ഫിയറിലുണ്ട് അല്ലേ. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഒരുപാട് ഗ്യാസുകളുണ്ട്. അപ്പം ആ ഗ്യാസുകൾ എങ്ങനെയൊക്കെയാണ്, എത്ര ശതമാനമാണ് നമ്മൾ നിശ്വാസത്തിന് സമയത്തും അതായത് ഉച്ഛ്വാസത്തിന് സമയത്തും അതിൻ്റെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ശതമാനങ്ങൾ എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഹെയിൽഡ് എയർ അല്ലെങ്കിൽ ഉച്ഛ്വാസവായുവിൽ ഓക്സിജന്റെ അളവ് എത്ര, ഓക്സിജൻ 21% ഉണ്ടാവും. ഇനി നിശ്വാസവായു ആണെങ്കിലോ, ഉച്ഛ്വാസവായുവിൽ നമ്മൾ 21% എന്ന് പറഞ്ഞു. അപ്പൊ നിശ്വാസവായുവിൽ എത്ര ആയിരിക്കും, 15% ഉണ്ടാവുള്ളൂ. അതായത് നമ്മൾ ശ്വസിക്കുന്ന എന്താണ് 21% ഓക്സിജനെയാണ്. എന്നിട്ട് നമ്മൾ പുറന്തള്ളുന്നത് 15% ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യും, പുറന്തള്ളും. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിലോ, കാർബൺ ഡൈ ഓക്സൈഡ് ഉച്ഛ്വാസവായുവിൽ അത് 0.04% ആണ്. അതായത് ഇൻഹെയിൽഡ് എയറിൽ 0.04% ആണ്. ഇനി എക്സെയിൽഡ് എയർ അല്ലെങ്കിൽ നിശ്വാസവായുവിൽ നോക്കുകയാണെങ്കിൽ 4% ആണ്. ഇനി നമ്മൾ നൈട്രജൻ നോക്കുകയാണെങ്കിൽ നൈട്രജൻ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എത്രയാണുള്ളത് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ എത്രയാണുള്ളത്, 78%. അതേ 78% എന്ത് ചെയ്യുന്നു, നമ്മൾ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശ്വസിക്കുന്ന അതേ 78% തന്നെ നമ്മൾ പുറന്തള്ളുന്നു. ഇനി മോയ്സ്ചർ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ജലബാഷ്പം നമ്മളെ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിലൊക്കെ ജലബാഷ്പങ്ങൾ ഉണ്ടാവും. അത് എത്ര ശതമാനം ഉള്ളൂ, 0.96% ഉള്ളൂ. അല്ലെങ്കിൽ 0.96% മാത്രമേ നമ്മളെ H2O അല്ലെങ്കിൽ വാട്ടർ വേപ്പർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മോയ്സ്ചർ ഉണ്ടാവുള്ളൂ നമ്മളെ അറ്റ്മോസ്ഫിയറിൽ. പക്ഷെ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എക്സെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിശ്വാസവായുവിൽ എന്തൊക്കെയുണ്ട്, എക്സെയിൽഡ് എയറിൽ അല്ലെങ്കിൽ നിശ്വാസവായുവിൽ മോയ്സ്ചറിന്റെ അളവ് 3% ആവുന്നുണ്ട്. അതായത് നമ്മൾ ശ്വസിച്ചിട്ട് നമ്മൾ പുറന്തള്ളുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ നിശ്വാസവായുവിൽ ഉണ്ടാവുക കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ ജലബാഷ്പമാണ്. അതായത് പേഴ്സൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരുമാണ്. പക്ഷേ അവരെക്കാളും നമ്മൾ ഉച്ഛ്വാസവായുവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, നിശ്വാസവായുവിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആരൊക്കെയാണ്, കാർബൺ ഡൈ ഓക്സൈഡും ജലബാഷ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്ക് അറിയാം അല്ലേ, നമ്മളെ ശ്വാസകോശം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രീത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശം വെച്ചിട്ടാണ് നമ്മൾ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനമൊക്കെ നടക്കുന്നത് അല്ലേ. ബാക്കിയുള്ള ജീവികൾ അല്ലെങ്കിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലേ, നമുക്ക് അറിയുന്ന ഒരുപാട് ജീവികളുണ്ട്. അതിലൊക്കെ എങ്ങനെയായിരിക്കും നടക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മണ്ണിരനെ നോക്കാം. മണ്ണിരെന്താണ്, ഈർപ്പമുള്ള ത്വക്ക് അല്ലെങ്കിൽ മോയ്സ്ചർ സ്കിൻ യൂസ് ചെയ്തിട്ടാണ് എന്താ അവരുടെ റെസ്പിറേഷൻ നടക്കുന്നത്. ഇനി ഫിഷ് അല്ലെങ്കിൽ മത്സ്യത്തിൽ എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ ചെകിള ഉണ്ടാവും അല്ലേ, ചെകിള അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഗിൽസ് എന്ന് പറയും. ഈ ഓർഗൻസ് വെച്ചിട്ടാണ് എന്ത് അവരുടെ റെസ്പിറേഷൻ നടക്കുന്നത്. ഇനി ഫ്രോഗിലാണെങ്കിൽ ലങ്സും ഉണ്ട്, മോയ്സ്ചർ സ്കിന്നും ഉണ്ട്. അതായത് സ്കിന്ന് ത്രൂ ബ്രീത്ത് ചെയ്യും, അതേപോലെ തന്നെ ലങ്സ് ത്രൂ ബ്രീത്ത് ചെയ്യും. എപ്പോഴാണ് ലങ്സ് ത്രൂ ബ്രീത്ത് ചെയ്യുന്നത്, നമ്മളെ പോലെ തന്നെ നമ്മൾ കരയിലായിരിക്കുന്ന സമയത്ത് എന്താണ്, ശ്വാസകോശം കൊണ്ടാണ് എന്ത് ഫ്രോഗ് ബ്രീത്ത് ചെയ്യുന്നത്. ഇനി മോയ്സ്ചർ സ്കിൻ എപ്പോഴാണ്, അണ്ടർ ദ വാട്ടർ, വെള്ളത്തിനടിയിലോ അല്ലെങ്കിൽ മണ്ണിനടിയിലൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, തവളക്ക് ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ് തവളയുടെ മോയ്സ്ചർ സ്കിൻ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്ന ഈർപ്പമുള്ള അതിൻ്റെ ത്വക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം സ്പൈഡർ അല്ലെങ്കിൽ ചിലന്തി. ഈ ചിലന്തിയിൽ ഒരു പ്രത്യേക തരം ബുക്ക് പോലെയാണ് എന്ത് ശ്വാസകോശങ്ങൾ കാണാം. അതിനെയാണ് നമ്മൾ ബുക്ക് ലങ്സ് എന്ന് പറയുക. അപ്പോൾ ബുക്ക് ലങ്സ് ആണ് എന്ത് നമ്മളെ സ്പൈഡറിലുള്ള റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ട് അല്ലേ. ഇത് കൂടാണ്ട് ഒരുപാട് റെസ്പിറേറ്ററി ഓർഗൻസ് വേറെ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിയുന്ന ഏതൊക്കെ റെസ്പിറേറ്ററി ഓർഗൻസ് ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അയക്കുക. നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഓർഗാനിസത്തിൻ്റെയൊക്കെ അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അയക്കുമോ. ഓക്കെ, യെസ്.
അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റെസ്പിറേഷനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ USS കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മൾ ടൈംലി അപ്ഡേറ്റ്സും ഡെയിലി ക്യൂസുകളും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി ത്രൂ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളെ ലൈവും നമ്മളെ ചാനലിൽ നടക്കുന്ന ഒരുപാട് ലൈവുകളുണ്ട്. അതിൻ്റെയൊക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന നമുക്ക് പ്രീവിയസ് ഇയർ നടന്നിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിലൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ നമ്മൾ ഈ ഒരു ബാക്കിയുള്ള ജീവികളിൽ നടക്കുന്ന ശ്വാസപ്രക്രിയ അല്ലെങ്കിൽ ശ്വസന പ്രക്രിയയോ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം താങ്ക് യു ഓൾ. നമുക്ക് ബാക്കിയുള്ള വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് കാണാം.